സോ ബിഗ് ബോസ് തമിഴ് സീസൺ 9 തുടക്കമായിരിക്കുകയാണ്. ഇന്നാണ് ഗ്രാൻഡ് ലോഞ്ചും കാര്യങ്ങളും ഒക്കെ. 20 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലേക്ക് എത്തിയിരിക്കുന്നത്. ബ്രഹ്മാണ്ഡ ഹൗസും കാര്യങ്ങളും ഒക്കെയാണ് തമിഴിൽ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ മലയാളം ബിഗ് ബോസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ് തമിഴ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക, ആരൊക്കെ നമ്മുടെ വീഡിയോ മലയാളത്തിന്റെ റിവ്യൂ ഒക്കെ കാണുന്നവരാരൊക്കെ തമിഴ് ബിഗ് ബോസ് കാണുന്നുണ്ട് എന്നൊക്കെ. കഴിഞ്ഞ ഒരു സീസണും നമ്മൾ റിവ്യൂസും അതുപോലെ തന്നെ അപ്ഡേറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സീസണിൽ നമുക്ക് മലയാളം ബിഗ് ബോസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഫുള്ള് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ എത്തിക്കാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും മാക്സിമം എപ്പിസോഡിന്റെ ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നതായിരിക്കും. സോ നമുക്കപ്പോൾ തുടങ്ങാം. മലയാളം ബിഗ് ബോസ് എന്താണെന്നുണ്ടെങ്കിലും വൺ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ് ബിഗ് ബോസ് മേ ബി ഒരു മികച്ച ഒരു സീസൺ ആയേക്കാം. കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കഴിഞ്ഞ ഒരു സീസൺ 8 എന്ന് പറയുന്നത് തമിഴില് കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. എന്നാൽ പോലും അവസാനം കുറച്ച് സംഭവമൊക്കെ കാണിച്ചു കൂട്ടി എങ്ങനെയൊക്കെ അവരൊരു പരിധി വരെ ഒപ്പിച്ചെടുത്തു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് എന്തായിരിക്കും ഹൗസിന്റെ ഒരു കണ്ടിട്ട് മനസ്സിലാകുന്നത് അടിപൊളി സെറ്റപ്പ് തന്നെ ആകും. അതുപോലെ തന്നെ നല്ലൊരു തീമിൽ നല്ലൊരു രീതിയിൽ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. സോ 20 കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു 20 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന്. ഓർഡറിലൊന്നും അല്ല പറയുന്നത്. ഓർഡറിൽ ഇപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് അവരെയൊക്കെ കയറ്റുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ കയറിയിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് പറയുന്നത്. ആദ്യം തന്നെ ഡോക്ടർ ദിവാകർ, ഒരു വാട്ടർമെലൻ സ്റ്റാർ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തത് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ മോഡലൊക്കെ ആയിട്ടുള്ള അരോറ സിൻക്ലെയർ, കഴിഞ്ഞ ഒരു സീസണിലെ റിയ ത്യാഗരാജന്റെ ഫ്രണ്ടൊക്കെയാണ്. അടുത്തത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള FJ ആദിശ്യാം, അതുപോലെ തന്നെ VJ പാർവതി ആർട്ടിസ്റ്റ് ആണ്. അടുത്തതും ഒരു ആക്ട്രസ് ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് കനി തിരു. അടുത്തത് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ ക്രിയേറ്റർ ഒക്കെ ആയിട്ടുള്ള തുഷാർ. അടുത്തത് ഒരു ആക്ടർ ആയിട്ടുള്ള ശബരിനാഥൻ. അതുപോലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള ആതിരൈ സൗന്ദരരാജൻ. അടുത്തൊരു ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള പ്രവീൺ ഗാന്ധി. അതുപോലെ തന്നെ സിംഗർ ആയിട്ടുള്ള ഗാന വിനോദ്. കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ടുള്ള രമ്യ ജോ. അടുത്തത് VJ ആയിട്ടുള്ള VJ നന്ദിനി. സോഷ്യൽ മീഡിയയിൽ 2-3 പ്രൊഫൈലൊക്കെ കാണുന്നതുകൊണ്ട് ഫോട്ടോ ഒരു സംശയമുണ്ട്. അടുത്തത് സുബി, ആക്ട്രസ് മോഡൽ എന്നൊക്കെയാണ് അറിയുന്നത്. കറക്റ്റ് ഒരു ഇൻഫർമേഷൻസ് ഇല്ല. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അടുത്തത് പ്രവീൺ രാജ്, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രവീൺ രാജ്. അതുപോലെ തന്നെ കമറുദ്ദീൻ, ആള് എന്താണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തത് മോഡലും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള അപ്സര CJ. അതുപോലെ തന്നെ മോഡൽ ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള വിയാന. അതുപോലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള കെമി. അതുപോലെ കൊമേഡിയൻ ആയിട്ടുള്ള വികാലാസ് വിക്രം. അതുപോലെ ഒരു റിലീജിയസ് കാറ്റഗറിയിൽ നിന്നൊക്കെ എന്തോ റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ടസ്റ്റന്റ് കൂടിയുണ്ട്, അക്കോരി കലയരാസൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, അക്കോരി കലയരാസൻ. സോ ഈ ഒരു 20 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലേക്ക് എത്തിയത്. അധികം ആരെയും കേട്ടുപരിചയമില്ല. 3-4 പേരൊക്കെ അത്യാവശ്യം TV ഷോസും അതുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടുപരിചയം ഉണ്ടായിരിക്കും. അതുപോലെ തമിഴ് TV ഷോവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടവർക്കൊക്കെ കുറെ അധികം പേരുകളൊക്കെ കേട്ടുപരിചയം കാണും. അഥവാ TV ഷോസുമായി ബന്ധപ്പെട്ട് കാണുന്നവർക്കൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു 20 പേരാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, മികച്ചൊരു സീസൺ തന്നെ ആകട്ടെ. കഴിഞ്ഞ ഒരു സീസൺ 8 തമിഴ് ബിഗ് ബോസിന് പറ്റിയ ഒരു അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും കുറവുകളും ഒക്കെ തിരുത്തി ഈ ഒരു സീസൺ 9 അടിപൊളിയാക്കി കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റായിട്ട് എത്തുന്ന വിജയ് സേതുപതിയുടെ 2ാമത്തെ സീസൺ കൂടിയാണ്. സോ വിജയ് സേതുപതിക്കും നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡുകൾ കൈകാര്യം ചെയ്ത് ഈ സീസണെ വേറെ ലെവലിലേക്ക് എത്താൻ സാധിക്കട്ടെ. നമ്മൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിലും മലയാളവും തമിഴും കാണുന്നവർക്ക് മലയാളം എന്താണെന്നുണ്ടെങ്കിൽ പോയി ഇനി തമിഴെങ്കിലും കുറച്ച് ബെറ്റർ ആവട്ടെ. യങ്ങർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്, ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിലും മെയിൽസ് ആണെന്നുണ്ടെങ്കിലും. സോ ഒരു തീപ്പൊരി സീസൺ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കാം. സോ മാക്സിമം എപ്പിസോഡ് റിവ്യൂകളൊക്കെ തരുന്നതായിരിക്കും, ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുകളും തരുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.